വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 9ാമത്തെ ചാപ്റ്ററാണ് ഞങ്ങളെ സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, അതായത് ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ. നമ്മൾ അതിൻ്റെ 1ഉം 2ഉം പാർട്ട് ഇട്ടതാണ്. ഒരുവിധം അതിൻ്റെ ഫുൾ നോട്ടുകളും നമ്മൾ ഇട്ടതാണ്. അഥവാ ഇനി അത് കിട്ടാത്തവർക്കുണ്ടെങ്കിൽ ഓടിച്ചിട്ട് ഞാനൊന്ന് പറയാം. കണ്ടവർ ഇതിൻ്റെ ബാക്കിയായിട്ട് എഴുതി എടുത്തോ കേട്ടോ, കേട്ട് ബോറടിക്കേണ്ട. പിന്നെ നമ്മൾ ഓരോന്ന് കേട്ടാണ് പിന്നെയും പഠിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ മറക്കത്തില്ല. അതൊക്കെ ഓർത്തോണേ കേട്ടോ. നമ്മൾ ഒന്നുകൂടെ കേട്ടെന്ന് വിചാരിച്ചേ അത്രയും കൂടെ അറിവ് കൂടത്തേ ഉള്ളൂ കേട്ടോ, നമ്മൾ മറക്കത്തില്ല. അപ്പോൾ നോക്കൂ നിങ്ങളെ, കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു എന്താ ഇതിൻ്റെ മലയാളം ഇടാത്തതെന്ന്. ഇത് നമ്മുടെ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ കിടപ്പുണ്ടോ നിങ്ങളെ, ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കേട്ടോ. അതാണ് ഞാൻ, കാരണം അത് മനസ്സിലാക്കാൻ. ഇപ്പം ജീവൻ്റെ അടിസ്ഥാന ഘടകം എന്താ, അത് കോശങ്ങളാണ് എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. എല്ലാം ഒന്ന് അറിയുന്നത്, അതായത് അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ എല്ലാം ഇത് ഇത്രയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടി ഒന്ന് പറയുന്നത് ഈ ആദ്യത്തെ 10 കേട്ടോ. ജീവൻ്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആദ്യമായി കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. അദ്ദേഹം കോർക്കിലൂടെ, അതായത് മരത്തിൻ്റെ ഈ പോളയുണ്ടല്ലോ നിങ്ങളെ ഇളകി പോകുന്നത്, അതിൻ്റെ ഒരു പീസ് എടുത്തുകൊണ്ട് വന്നാണ് അദ്ദേഹം കോശത്തെക്കുറിച്ച് നിർവചിച്ച് ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ചത് കേട്ടോ. സെൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറകൾ എന്നാണ്. റോബർട്ട് ഹുക്ക് ഇതിനെക്കുറിച്ചൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് മൈക്രോഗ്രാഫിയ എന്നാണ്. 1665 പിന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൂടെ വേറൊരാൾ വന്നിട്ട് അതിനകത്ത് ഈ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അതായത് സ്റ്റെഗ്നൻ്റ് വാട്ടർ കേട്ടോ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ആദ്യമായി ജീവനുള്ള കോശത്തെ കണ്ടെത്തി. അതാരാന്തറിയോ? ആൻഡൻ വാൻ ലീവൻഹോക്കും. കോശത്തിന് ഒരു കേന്ദ്രമുണ്ടെന്നും അതാണ് മർമ്മം എന്നും വിളിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗൺ. എല്ലാം ഡേറ്റ് ഉണ്ടേ, റോബർട്ട് ബ്രൗൺ. സസ്യശരീരം, കോശം. ഇനി ഇത് മാത്രമല്ല, നമ്മൾ മരത്തിനകത്ത് നിന്ന് എടുക്കുന്നതും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്ന് എടുക്കുന്നതും ഒക്കെ പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ സസ്യങ്ങളുടെ, നമ്മുടെ അയ്യത്തൊക്കെ പ്ലാന്റ്സ് നിപ്പില്ലേ കുഞ്ഞുങ്ങളെ, അല്ലേ, ചെടികളൊക്കെ നിപ്പുണ്ട്. അപ്പം അതിനകത്തും കോശമുണ്ട്. ഓരോരുത്തരും ഇല്ലേ, തലമണ്ടയുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ, അവരൊക്കെ വന്ന് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മാത്രമല്ല, നമ്മുടെ അയ്യത്തൊക്കെ നിൽക്കുന്ന സസ്യങ്ങളുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, ഇതിനകത്തിലെല്ലാം എന്താ, ആ കോശങ്ങളുണ്ട്. ആരാ പറഞ്ഞേ? MJ ഷ്ലീഡനാന്ന് വന്ന് പറഞ്ഞത് കേട്ടോ. ഇനി അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അടുത്ത ആൾ വന്ന് പറഞ്ഞു, സസ്യങ്ങളിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ പോലുള്ള ജന്തുക്കളിലും കോശങ്ങളുണ്ട്. ആരാ പറഞ്ഞത്? തിയോഡർ ഷ്വാനാണ്. തിയോഡർ ഷ്വാൻ 1839. ഈ ഡേറ്റ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. സസ്യങ്ങളിൽ മാത്രമല്ല ജന്തുക്കളിലും കോശങ്ങളുണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഇവർ രണ്ടുപേരുടെ കൂടി എന്തോന്നറിയോ, ഒരു സെൽ തിയറി അങ്ങ് ഉണ്ടാക്കി. കോശ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരൊക്കെയാണ്? തിയോഡർ ഷ്വാനും MJ ഷ്ലീഡനും കൂടാണ് കേട്ടോ. പേരൊക്കെ ഒരിച്ചിരി കട്ടിയാവും ഞങ്ങളെ, പക്ഷെ നമുക്ക് പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഇനി ഈ കോശ സിദ്ധാന്തം അവർ പറഞ്ഞു കഴിഞ്ഞപ്പം വേറൊരാൾ വന്നിട്ട് ഇതിനെ അങ്ങ് പുനരാവിഷ്കരിച്ചു അല്ലേ. എന്തിനേ ഉണ്ടല്ലോ, പിന്നെ പുറേ വന്ന ഓരോരുത്തരും അതിനെക്കുറിച്ചൊരു സെർച്ച് നടത്തും അല്ലേ. ഈ കോശ സിദ്ധാന്തത്തിനെ വീണ്ടും ഒരാൾ വന്നൊന്ന് പുനരാവിഷ്കരിച്ചു. ആരാന്നറിയോ? റുഡോൾഫ് വിർഷോ എന്ന് പറയുന്ന ആൾ കേട്ടോ. സ്പെല്ലിംഗ് ഒക്കെ നമ്മുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അതത്ര റഫായിട്ടൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. എൻ്റെ എല്ലാം നല്ല ഇംഗ്ലീഷ് ഉണ്ടോ, നിങ്ങൾ ഇംഗ്ലീഷിലത് പേടിക്കട്ടെ. എന്താണ് സെല്ല്? ഇനി ഞാൻ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകും, കാരണം 1ഉം 2ഉം പാർട്ട് എഴുതിയെടുത്തവർക്ക് അതൊരു ഇത് പിന്നെ ഞങ്ങൾ നോക്കണമെന്നൊക്കെ തോന്നും. അതുകൊണ്ട് സ്പീഡിൽ പോകാന്നേ കുഞ്ഞുങ്ങളെ. സെൽ ഈസ് ദ സ്മാളസ്റ്റ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ജീവിയുടെ ഏറ്റവും ചെറിയ ഘടനാപരവും പ്രവർത്തനപരവുമായ യൂണിറ്റാണ് കോശം. സെൽ ബയോളജി, കോശവിജ്ഞാനീയം. സെൽ ബയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ആൻഡ് ഇവോൾവിംഗ് ബ്രാഞ്ച് ഓഫ് സയൻസ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനശാഖയാണ് കോശവിജ്ഞാനീയം എന്ന് പറയുന്നത്. ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശങ്ങൾ. ആദ്യമായി കോശത്തെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ റോബർട്ട് ഹുക്കാണ്. ഹിസ്റ്ററി ഓഫ് സെൽ ബയോളജി, കോശവിജ്ഞാനീയത്തിൻ്റെ നാൾ വഴികളാണ്. 1838 മാത്യാസ് ജേക്കബ് ഷീൽഡൻ ഡിസ്കവേർഡ് ദാറ്റ് ഓൾ പ്ലാന്റ്സ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. നമ്മൾ ആദ്യം എഴുതിയതിൻ്റെ ഇംഗ്ലീഷാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. മാത്യാസ്, നമ്മൾ MJ ഷ്ലീഡൻ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനിഷ്യൽ നോക്കിയേ, ഇനിഷ്യലാണ് MJ ഷ്ലീഡൻ. മത്തിയാസ് ജേക്കബ് എന്നാ കേട്ടോ. മാത്യാസ് ജേക്കബ് ഷ്ലീഡൻ എന്നാണ്. എല്ലാ സസ്യങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അപ്പോൾ അടുത്ത ആൾ എന്താ? തിയോഡർ ഷ്വാൻ പറഞ്ഞു ഡിസ്കവേർഡ് ദാറ്റ് ആൾ അനിമൽസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ്. തിയോഡർ ഷ്വാൻ എല്ലാ ജന്തുക്കളും
ജന്തുക്കളും കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടു. അടുത്ത ആള് റുഡോൾഫ് വെർഷോ എന്താ പറഞ്ഞത്? ഇൻട്രൊഡ്യൂസ്ഡ് ദ കൺസെപ്റ്റ് ദാറ്റ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. നിലവിലുള്ള കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് എന്ന ആശയം അവതരിപ്പിച്ചു. ഇനി സെൽ തിയറി, ഇവ രണ്ടുപേരുടെ ഒരു സെൽ തിയറി ഉണ്ടോ അല്ലേ? കോശ സിദ്ധാന്തം. ആൾ ഓർഗാനിസം ആർ മെയ്ഡപ്പ് ഓഫ് വൺ ഓർ മോർ സെൽസ്. എല്ലാ ജീവജാലങ്ങളും ഒന്നോ അതിലധികമോ കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സെൽ ഈസ് ദ ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്. ജീവന്റെ അടിസ്ഥാന യൂണിറ്റ് ആണ് കോശം. ന്യൂ സെൽസ് ഒറിജിനേറ്റ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെല്ല്. മുമ്പ് നിലവിലുണ്ടായിരുന്ന കോശങ്ങളിൽ നിന്നാണ് പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത്. 14 ആ നമ്പർ അനുസരിച്ച് അങ്ങ് എഴുതിയെടുക്കണേ. 15 എന്താണ് അടുത്ത മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ് നിങ്ങൾ കേട്ടോ. മൈക്രോസ്കോപ്പിലൂടെയാണല്ലോ ഇവരിതെല്ലാം കണ്ടുപിടിക്കുന്നത് അല്ലേ? അല്ലാതെ നമുക്ക് നമ്മുടെ നോർമൽ ഒരു കണ്ണുകൊണ്ട് നമുക്ക് ചെറിയ ജീവികളെ ഒന്നും കാണാൻ പറ്റത്തില്ല അല്ലേ? സാധാരണ എത്ര അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. നമുക്കൊരു സാധാരണ ഒരാൾക്ക് എത്ര വലിപ്പം വരെയുള്ള ജീവിയെ നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ആ ടെസ്റ്റിനകത്തിലുണ്ട് കേട്ടോ. ടെസ്റ്റ് വായിച്ചപ്പോൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. സിമ്പിൾ മൈക്രോസ്കോപ്പ് ഹാസ് ഓൺലി വൺ ലെൻസ്. സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ എന്ന് പറയുന്നത് അല്ലേ? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസ് മോർ ദാൻ വൺ ലെൻസ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഒന്നിലധികം ലെൻസുകൾ ഉണ്ട്. മാഗ്നിഫിക്കേഷൻ പവർ എന്താണ്? ഈ ആവർത്തന ശേഷി എന്നാൽ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് എ ലെൻസ് ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു മാഗ്നിഫൈ ഒബ്ജക്റ്റ്. ഇഫ് ഐ പീസ് ലെൻസ് മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റ് ടു 10x 10 മടങ്ങ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? ആൻഡ് ഒബ്ജക്റ്റീവ്സ് ലെൻസ് മാഗ്നിഫൈസ് ഇൻറ്റു 14x 40 മടങ്ങ്. ദ മാഗ്നിഫിക്കേഷൻ പവർ ഓഫ് ദ ലെൻസ് ഈസ് 400 ടൈംസ് അല്ലെ മടങ്ങ് അല്ലേ? വസ്തുക്കളെ നമുക്ക് വലുതാക്കി കാണിക്കാനുള്ള ലെൻസിന്റെ കഴിവാണ് കുഞ്ഞുങ്ങളെ അതിൻ്റെ ആവർത്തന ശേഷി എന്ന് പറയുന്നത്. നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് അതായത് 10 ഇരട്ടി നിരീക്ഷണ വസ്തുവിനെ ഐപീസ് ലെൻസ് എന്ന് വെച്ചാൽ 10 ഇരട്ടി കേട്ടോ വലുതാക്കുകയും ഒബ്ജക്റ്റീവ് ലെൻസിനെ 40 ഇരട്ടി വലുതാക്കുകയും ചെയ്യുന്നുവെങ്കിൽ ആ മൈക്രോസ്കോപ്പിൻ്റെ ആവർത്തന ശേഷി 400x ആയിരിക്കും. ആ വരികൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. നമ്മൾ കുറേ പറഞ്ഞതാ, അതുകൊണ്ട് അതിനെ സ്പീഡിൽ അങ്ങ് വിടാം. എന്താണ് പാർട്സ് ഓഫ് മൈക്രോസ്കോപ്പ്? എന്താവും നിങ്ങളെ അതിനകത്ത് നമ്മൾ ആ പടം ഉൾപ്പെടെ അല്ലേ? പടത്തിനകത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പാർട്ട് 1 സെൽ ആൻഡ് സെൽ ക്ലസ്റ്റർ. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് വല്ലൂരി പോയിനി. സെൽ ആൻഡ് സെൽ ക്ലസ്റ്റർ എന്ന പാഠം എടുത്തിട്ട് അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ടോ നിങ്ങളെ? അത് ടെസ്റ്റ് വായിച്ചാണ് അത് മൊത്തവും പറഞ്ഞിരിക്കുന്നത്. ഇത് നോട്ട് ചെയ്യാൻ 3ാമത്തെ തവണയാണ് ഈ നോട്ട് വായിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വിശദ വിവരം അറിയണമെങ്കിൽ ആ നോട്ട് എടുത്ത് നോക്കണം കേട്ടോ. ഐപീസ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബത്തെ വീണ്ടും വലുതാക്കുന്നു. മാഗ്നിഫൈസ് ദ ഇമേജ് ഫോംഡ് ബൈ ദ ഒബ്ജക്റ്റീവ് ലെൻസ്. ബോഡി ട്യൂബ് അതിൻ്റെ അതിരിക്കാൻ ഒരു ട്യൂബ്, ബോഡി ട്യൂബ് ഉണ്ട്. ഹോൾഡ് ദ ഐ പീസ് ആൻഡ് കണക്ട് ഇറ്റ് ടു ബി ഒബ്ജക്റ്റീവ് ലെൻസ്. ഐ പീസ് എന്താ പിടിച്ചിട്ട് ഒബ്ജക്റ്റീവ് ലെൻസുകളുമായിട്ട് അത് ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിഫൈസ് ദ ഒബ്ജക്റ്റീവ് പ്ലേസ്ഡ് ഓൺ ദ സ്ലൈഡ്. സ്ലൈഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വസ്തുവിനെ വലുതാക്കുന്നു. എന്താണ് ഈ നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫോർ അഡ്ജസ്റ്റിംഗ് ദ ലെൻസ് ടു ഫോക്കസ് ദ ഒബ്ജക്റ്റ്. നിരീക്ഷണ വസ്തുവിലേക്ക് ലെൻസുകളെ ഫോക്കസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. എന്താണ് ബേസ്? ബേസ് എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ? സപ്പോർട്ട് അല്ലേ? സപ്പോർട്ട് ദ മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പിനെ പിന്തുണയ്ക്കുന്നു അല്ലെ? സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ സ്റ്റേജ് ക്ലിപ്സ്? ഹോൾഡ് ദ സ്ലൈഡ് ഫേംലി ഓൺ ദ സ്റ്റേജ്. കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ കേട്ടോ. ഇതിനെക്കുറിച്ച് നല്ലപോലെ നമ്മൾ വിശദീകരിച്ചെല്ലാം പറഞ്ഞതാണ്. ഇനി എന്താണ് കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നിങ്ങളെ? കോഴ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് നോബ് മൂവ് ദ സ്റ്റേജ് അപ്പ് ആൻഡ് ഡൗൺ ഫോർ റഫ് ഫോക്കസിങ്. റഫ് ഫോക്കസിനായിട്ട് സ്റ്റേജ് മുകളിലേക്കും താഴേക്കും നീക്കുന്നു എന്നതാണ് കേട്ടോ. അടുത്തത് ഫൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നോബ്. അതെന്ന് വെച്ചാൽ ഷാർപ്പ്നെസ് ദ ഇമേജ്. കാണാനുള്ള ഒരു വസ്തുവിനെ അല്ലേ അതിനെ കറക്റ്റായിട്ട് ഷാർപ്പായിട്ട് കാണാനായിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് ഈ മിറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ? മിറർ കണ്ണാടി. റിഫ്ലക്റ്റ് ചെയ്യുക അല്ലേ? റിഫ്ലക്റ്റ് ലൈറ്റ് ടു ദ സ്ലൈഡ് ഓൺ ദി സ്റ്റേജ്. സ്റ്റേജിലെ സ്ലൈഡിലേക്ക് പ്രകാശം പ്രതിഫലിപ്പിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. 18. 19ാമത്തെ എന്താണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മൾ സിമ്പിൾ പഠിച്ചു, കോമ്പൗണ്ട് പഠിച്ചു. ഇനി അത് മാത്രമല്ല ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉണ്ട്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ദാറ്റ് മാഗ്നിഫൈസ് ഒബ്ജക്റ്റ് മോർ ദാൻ എ മില്യൺ ടൈംസ്. It helps to observe cells, virus and molecular structure in details.
പിന്നെ ആൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം ഈസ് യൂസ്ഡ് ഇൻസ്റ്റഡ് ഓഫ് ലൈറ്റ്. സാധാരണ മൈക്രോസ്കോപ്പിനേക്കാൾ 1 ദശലക്ഷം മടങ്ങിലധികം വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്ന ഉപകരണമാണ് ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ജീവജാലങ്ങൾ, വൈറസുകൾ, തന്മാത്രാഘടനകൾ എന്നിവയുടെ വിശദമായ നിരീക്ഷണത്തിന് ഇത് സഹായിക്കുന്നു. പിന്നെയോ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺ കിരണാവലികളാണ്, ബീം കിരണാവലികളാണ് എന്താ ഉപയോഗിക്കുന്നത്. ഹു ഇൻവെന്റഡ് ദ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? ആരാവും നിങ്ങൾ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്? 1934 ജർമ്മൻ സയൻറ്റിസ്റ്റായ ഏണസ്റ്റ് റസ്ക കേട്ടോ. ഏണസ്റ്റ് റാസ്ക അല്ലേ? ഓക്കെ, റസ്കയും പിന്നെ ആൻഡ് മാക്സ് നോൾ കേട്ടോ. മാക്സ് സ്പെല്ലിംഗ് ഒക്കെ നോക്കണേ, നോളും കൂടാണ് കേട്ടോ. ജർമ്മൻകാരനായ ഏണസ്റ്റ് റസ്കയും മാക്സ് നോളും എന്നീ ശാസ്ത്രജ്ഞന്മാർ 1934 ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചു. 21ാമത്തെ ചോദ്യം, പെക്യൂലിയാരിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. നമ്മൾ പറഞ്ഞു കോമ്പൗണ്ടും ഉണ്ട് ഇലക്ട്രോണും ഉണ്ട് അല്ലേ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ പഠിച്ചു, കോമ്പൗണ്ടും പഠിച്ചു അല്ലേ, സിമ്പിൾ ഉണ്ടെന്നൊക്കെ പഠിച്ചു അല്ലേ. പ്രകാശത്തിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് നീഡ്സ് ഓഫ് ലൈറ്റ് എന്ന് വെച്ചാൽ കോമ്പൗണ്ടിനാണെങ്കിൽ ആവശ്യമായ വെളിച്ചം ഉണ്ടെങ്കിലേ കാണത്തുള്ളൂ. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പ്രകാശത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി മാഗ്നിഫൈങ് പവർ, ആവർത്തനശേഷിയോ 1000 ടൈം ലാർജറാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നോക്കൂ നിങ്ങളെ, മില്യൺസ് ടൈംസ് ലാർജറാണ്. 1 ദശലക്ഷം മടങ്ങ് വലുതാക്കാൻ നമുക്ക് അതിൽ പറ്റും. ലെൻസോ ഗ്ലാസ് ലെൻസാണ്, അതായത് കോൺവെക്സ് ലെൻസ് ആയി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലോ ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസാണ്, വൈദ്യുത കാന്തിക ലെൻസാണ് അതിനകത്തിൽ ഉപയോഗിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കേട്ടോ. ഇതിനൊന്നും നിസ്സാരമായിട്ട് കാണരുത്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും തങ്ങളുടെ ഡിഫറൻസ് ചോദിച്ചാലും ഇത് ഇത്ര എഴുതി വെച്ചാൽ തന്നെ ഫുൾ മാർക്കാ കേട്ടോ. 22 നമ്മൾ ഈ മൈക്രോസ്കോപ്പിലെല്ലാം അങ്ങ് പരിശോധിക്കുക എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെയാവും നിങ്ങളെ ഇത് പരിശോധിക്കുന്നത്? ചാടിക്കയറി നമുക്ക് അങ്ങ് മൈക്രോസ്കോപ്പിലൂടെ എല്ലാത്തിനും എടുത്തു വെച്ച് അങ്ങ് നോക്കാൻ പറ്റുമോ? അപ്പോൾ അതെങ്ങനെയാണെന്നാണ്. പുട്ട് ദ മെറ്റീരിയൽസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ ദ പെട്രി ഡിഷ് കണ്ടെയ്നിങ് വാട്ടർ ടു പ്രിവെൻറ്റ് ഡീഹൈഡ്രേഷൻ. ഈ പെട്രി ഡിഷ് അതിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞു തന്നതാണ്. പെട്രി ഡിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ. അതിനകത്തിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിരീക്ഷിക്കാനുള്ള വസ്തുവിലെ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ പെട്രി ഡിഷിലെ ജലത്തിലിടുക. നമ്മളൊരു കമ്പ്, ഇതെന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തിനെയാണോ നിരീക്ഷിക്കാൻ എടുക്കുന്നത്, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ചെടിയുടെ ഒരു കമ്പിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തോ, നിങ്ങൾ ഒരു ചെറിയൊരു പീസ് നമ്മൾ ഇതിൻ്റെ ഇത്ര ഒരു പീസ് എടുത്തോ. ആ പീസ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കണ്ടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുക, അതൊരു വെള്ളത്തിൽ ഇട്ട് വെക്കുക. എന്തിനാണെന്നറിയോ? അത് ഡീഹൈഡ്രേഷൻ നടക്കാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാ. ടേക്ക് തിൻ ക്രോസ് സെക്ഷൻസ് ഓഫ് ദ മെറ്റീരിയൽസ് ടു ബി ഒബ്സർവ്ഡ്. എന്നിട്ടാണ് നമ്മൾ എടുത്തിട്ട് അതിൻ്റെ ഈ ടോപ്പിലുള്ളത് ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ നമ്മൾ മുറിച്ച് നിരീക്ഷിക്കാനുള്ള വസ്തുവിനെ കുറുകെയുള്ള നേർത്ത ഛേദങ്ങളായിട്ട് എടുക്കുക. അതിൻ്റെ ചെറിയ പീസായിട്ട് വട്ടം അതിൻ്റെ എത്രയും ചെറുതാക്കി മുറിക്കാവോ അത്രയും ചെറുതാക്കി ഇങ്ങനെ മുറിച്ച് എടുക്കുക. വിത്ത് എ ബ്രഷ്, നീ നമ്മുടെ കൈകൊണ്ട് എടുത്തുകൂടാ. ഷിഫ്റ്റ് ദ സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് വാട്ടർ. ഇതുപോലെ ഒരു ഗ്ലാസ്, ചെറിയൊരു ഗ്ലാസ്, വാച്ച് ഗ്ലാസ് എന്ന് പറയും അല്ലേ, ചെറിയൊരു ഗ്ലാസിൻ്റെ ഒരു ബൗള്, ചെറിയൊരെണ്ണം ഗ്ലാസ് കേട്ടോ. അതിനകത്തിൽ എന്താ, ഈ ഛേദങ്ങൾ ബ്രഷ് ഉപയോഗിച്ച് ഈ വാച്ച് ഗ്ലാസ്സിലെ ജലത്തിലേക്ക് അതിനകത്തിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ട് അതിനകത്തിൽ ഇട്ട് കൊടുക്കുക. പിന്നെയോ പുട്ട് ദ തിന്നസ്റ്റ് ആൻഡ് കംപ്ലീറ്റ് സെക്ഷൻസ് ടു എ വാച്ച് ഗ്ലാസ് കണ്ടെയ്നിങ് സ്റ്റെയിന്. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതെടുത്തിട്ട് ഏറ്റവും കട്ടി കുറഞ്ഞതും, നമ്മൾ അതിനകത്ത് കുറച്ച് ചെത്തി ആ വെള്ളത്തിലാണല്ലോ ഇട്ട്, അതിനകത്ത് നിന്ന് ഏറ്റവും കട്ടി കുറഞ്ഞതും നല്ല വെറുതെ അങ്ങ് എടുത്ത് വെച്ചാൽ പോരാ. കട്ടി കുറഞ്ഞതാണെങ്കിലും ഇപ്പം നമ്മൾ ഇങ്ങനെ നോക്കുക, ഇതാക്കി കൊടുത്തേക്കുന്നുണ്ട്. ഇത്രയും ഇങ്ങനെ വട്ടം നമ്മൾ അതിൻ്റെ മണ്ടഭാഗം ചെറിയ പീസായിട്ട് ഇട്ടപ്പം അതിനകത്തിൽ നല്ല ഷേപ്പ് ഉള്ളത്, നമ്മൾ ചെത്തുന്നതെല്ലാം ഇതുപോലെ ഷേപ്പ് ഉള്ളതാവണമെന്നുണ്ടോ? ഇല്ല. ആ ഷേപ്പ് ഉള്ളത് നല്ലത് നോക്കി ഒരു 3-4 എണ്ണം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മറ്റൊരു വാച്ച് ഗ്ലൗസിൽ എടുത്തിട്ടതിന് ശേഷം അതിനകത്തിൽ സ്റ്റെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കളർ, നമ്മുടെ മഷിയൊക്കെ ഇല്ലേ കുഞ്ഞുങ്ങളെ, പണ്ടത്തെയൊക്കെ മഷിപ്പേനയുടെയൊക്കെ കൂട്ടത്തെ മഷി, അതിനാണ് ഇവിടെ സ്റ്റെയിൻ ഉദ്ദേശിച്ചത്. സ്റ്റെയിൻ ഇടുക. ആഡ് 1 or 2 drops ഓഫ് ഗ്ലിസറിൻ ടു ദി സൈഡ് ടു പ്രിവെൻറ്റ് ഡ്രൈയിങ് അപ്പ് ഓഫ് ദ മെറ്റീരിയൽസ്. ഈ നിരീക്ഷണ വസ്തു, ഈ സാധനത്തിന്
സ്റ്റെയിനിൽ ഇട്ടതിന് ശേഷം നിരീക്ഷണ വസ്തു ഉണങ്ങിപ്പോകാതിരിക്കാനായിട്ട് 1-2 തുള്ളി ഗ്ലിസറിൻ അതിനകത്തിൽ, കാരണം ഇത് മഷിയും കൂടെ ഒഴിച്ചത് കൊണ്ട് നമ്മൾ വെളിയിലോട്ട് വെക്കുമ്പോൾ എന്താണ്, ഇത് പെട്ടെന്ന് അങ്ങ് വായുവിൻ്റെ ഇതുകൊണ്ട് അങ്ങ് ഡ്രൈ ആവും. അപ്പം നമ്മൾ അതിനകത്തിലോട്ട് കുറച്ച് ഗ്ലിസറിന് കേട്ടോ, കുറച്ച് ഗ്ലിസറിന് ഇട്ട് കൊടുക്കുക. വാഷ് ദ സ്റ്റെയിൻഡ് സെക്ഷൻസ് ഇൻ ക്ലീൻ വാട്ടർ ആൻഡ് പ്ലേസ് ഇൻ ദ ഗ്ലിസറിൻ ഓൺ ദ സ്ലൈഡ്. നിറം പിടിച്ച് ആ ഛേദത്തെ, എന്നിട്ട് നിറത്തിനകത്തിലല്ല നമ്മൾ ഇട്ടത്, അത് എന്താ ആ കളറോടെ എടുത്ത് വെച്ചാൽ ഭയങ്കര ഇതായതുകൊണ്ട് അതൊരു ഇച്ചിരി വെള്ളം എടുത്ത് ഒന്നുകൂടെ ഒന്ന് കഴുകണം. കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പിട്ട് തേച്ചൊരച്ചൊന്നല്ല, ഒരു ഇച്ചിരി വെള്ളത്തിലോട്ടിട്ടൊന്ന് മുക്കുമ്പം അതിൻ്റെ പുറത്തെ ആ കളറുകളൊക്കെ കുറേ എല്ലാം അങ്ങ് പോകും. അതാണ്. പ്ലേസ് എ കവർ ഗ്ലാസ് ഓവർ ദ മെറ്റീരിയൽസ് യൂസിങ് എ നീഡിൽ ഇൻ സച്ച് എ വേ ദാറ്റ് എയർ ബബിൾസ് ഡു നോട്ട് പാസ്. എന്നിട്ട് നമ്മൾ ആ ഇതെടുത്തിട്ട്, ഈ വട്ടം വട്ടമുള്ള ആ സാധനം എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വായു എന്ന് വെച്ചാൽ ഒരു ഗ്ലാസ്, ഇതേലെ ഒരു ഗ്ലാസ് നിറം പിടിച്ച ഛേദത്തെ ശുദ്ധജലത്തിൽ കഴുകിയ ശേഷം സ്ലൈഡിലെ ഗ്ലിസറിൽ, ഇതൊരു സ്ലൈഡാണ്, ഒരു ഗ്ലാസിൻ്റെ ഒരു ട്യൂബ്, ഇത് ഇങ്ങനെ ഇരിക്കുന്നൊരു ഗ്ലാസിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അതിനകത്തിലോട്ട് നമ്മൾ ആ മുറിച്ച് വെച്ച ആ സാധനം, അതിനകത്തിൽ എന്താ ഗ്ലിസറിൻ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്താ കാറ്റടിച്ച് ഉണങ്ങാതിരിക്കാൻ അതിനകത്തിൽ നമ്മൾ സ്റ്റെയിൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സാധനത്തിന് പിന്നീട് നമ്മൾ ഒന്നുകൂടെ കഴുകി അപ്പോൾ വൃത്തിയാക്കിയിട്ടെടുത്ത് ഇതിനകത്തിൽ വെക്കുക. വെച്ചതിന് ശേഷം എന്ത് ചെയ്യുക, വായു കുമിളകൾ കടക്കാത്ത വിധം നീഡിലിൻ്റെ സഹായത്തോടെ ഒരു കവർ ഗ്ലാസ് കൊണ്ട്, വേറെ അതേപോലത്തെ ഒരു കവർ ഗ്ലാസ് കൊണ്ടുവന്ന് ഇതിനെ എന്ത് ചെയ്യുക, അങ്ങ് മൂടുക. വൈപ്പ് ഔട്ട് ദ എക്സസ് ഗ്ലിസറിൻ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ഇതിനെ ഇങ്ങനെ അമക്കുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഗ്ലിസറിനൊക്കെ ഒഴിച്ചു കൊടുത്തില്ലായിരുന്നോ, അമക്കുമ്പോൾ എന്താ ആ ഗ്ലിസറിനകത്തിലുള്ള എല്ലാം നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അങ്ങ് വെളിയിലോട്ട് വരും അല്ലേ. അപ്പോൾ എന്താ അധികമുള്ള ഗ്ലിസറിൻ ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടച്ചു മാറ്റുക എന്നതാണ് കേട്ടോ. ഇത് നമ്മുടെ ഇത് എങ്ങനെയാണെന്നൊക്കെ നല്ലപോലെ ഒന്നുകൂടെ കേൾക്കണേ കേട്ടോ. ഓക്കെ, നമ്മളിത് വിശദമായിട്ടെല്ലാം പറഞ്ഞ കുഞ്ഞുങ്ങളെ, എന്നാലും ഒട്ടും കേൾക്കാത്തവർക്ക് ഇതൊന്നുകൂടെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് സെൽ വാളിനെ കുറിച്ചാണ്, കോശഭിത്തി. അതിനെക്കുറിച്ച് ഒരുപാട് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നോട്ട് വരുന്നത്. ടെസ്റ്റിനകത്ത് അതിനെക്കുറിച്ച് ഒത്തിരി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പടം കണ്ട് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോട്ടാണ് നോക്കിക്കേ. സെൽവാള്, കോശഭിത്തി. കോശസ്തരത്തിന് പുറത്തുള്ള കാഠിന്യമുള്ള പാളിയാണ് ഈ കോശഭിത്തി. ഇത് കോശത്തിന് സംരക്ഷണവും ആകൃതിയും നൽകുന്നു. സസ്യങ്ങളിലെ കോശഭിത്തി മുഖ്യമായും സെല്ലുലോസ് എന്ന പദാർത്ഥം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽവാൾ ഈസ് ദ റിജിഡ് ലെയർ ഔട്ടഡ് to the cell membrane. It provides protections and shape to the cell. It plants cell wall is mainly made up of cellulose. കേട്ടോ, ഇത്രയും നല്ലതുപോലെ പഠിക്കണേ. അടുത്തത് സെൽ മെംബ്രെയിൻ, പ്ലാസ്മ മെംബ്രെയിൻ, കോശസ്തരം. എന്താ, ദ സെൽ മെംബ്രെയിൻ ഈസ് എ തിന്ന് ഫ്ലെക്സിബിൾ ലെയർ ദാറ്റ് സറൗണ്ട്സ് ദ സെല്ല് അല്ലേ. പിന്നെയോ the substance enter the leaves the cell through these membrane. പിന്നെ the plasma membrane does not allow all substance to pass through. Therefore the plasma membrane is known as semi permeable membranes. the cell membrane, കോശസ്തരം എന്നാൽ എന്തെന്നുള്ളതാ നിങ്ങൾ ഈ സെൻറ്റൻസ് മാറ്റി എഴുതി പഠിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനൊരു എളുപ്പമുണ്ട് കേട്ടോ. കോശസ്തരം അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ എന്നാൽ എന്താ കുഞ്ഞുങ്ങളെ, കോശത്തെ പൊതിയുന്ന നേർത്തതും വഴക്കമുള്ളതുമായ പാളിയാണ് കോശസ്തരം. പദാർത്ഥങ്ങൾ കോശത്തിലേക്ക് പ്രവേശിക്കുന്നതും പുറത്തു കടക്കുന്നതും ഈ സ്തരത്തിലൂടെയാണ്. എല്ലാ പദാർത്ഥങ്ങളെയും പ്ലാസ്മാ സ്തരം കടത്തിവിടുന്നില്ല. അതിനാൽ പ്ലാസ്മാ സ്തരം വരണധാര്യസ്തരം എന്ന് അറിയപ്പെടുന്നു. സെമി പെർമിയബിൾ മെംബ്രൻസ്, വരണധാര്യസ്തരം എന്ന് അറിയും. ചിലപ്പോൾ അത് മാത്രം 2 മാർക്കിന് ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഇവിടെ മുതലങ്ങ് എഴുതിക്കോണം. എന്തായി പ്രോട്ടോപ്ലാസം, ജീവദ്രവ്യം. Protoplasm consists of all the components inside the cell membrane, including the nucleus and the cytoplasm. മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് കോശസ്തരം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ജീവദ്രവ്യം എന്ന് പറയുന്നത് സൈറ്റോപ്ലാസം അല്ലേ. അടുത്തത് എന്താ, സൈറ്റോപ്ലാസം അല്ല കുഞ്ഞുങ്ങളെ, മർമ്മവും കോശദ്രവ്യവും ഉൾപ്പെടെ കോശസ്തരത്തിനുള്ളിലെ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് ജീവദ്രവ്യം അല്ലേ. പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. പ്രോട്ടോപ്ലാസവും സൈറ്റോപ്ലാസവും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ സൈറ്റോപ്ലാസം നോക്കിയേ, മറ്റേത് ജീവദ്രവ്യമാണ് പ്രോട്ടോപ്ലാസം,
കോശദ്രവ്യമാണ് സൈറ്റോപ്ലാസം. എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ്, ഇതെല്ലാം നമ്മുടെ ആ പടത്തിൽ നമ്മൾ പഠിച്ചതാ. എ ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ് ദാറ്റ് ഫിൽസ് ഇൻ ദ സെല്ല്. ഇറ്റ് മെയിൻറ്റെയിൻ ഓൾ ദ ഓർഗനൽസ് ഇൻ ദെയർ പ്ലേസ് ആൻഡ് സെർവ് ആസ് ദ മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ. കോശത്തിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രാവകമാണ്. ഇത് എല്ലാ കോശാംഗങ്ങളെയും യഥാസ്ഥാനത്ത് നിലനിർത്തുകയും നിരവധി രാസപ്രവർത്തനങ്ങളുടെ മാധ്യമമായിട്ട് ഇത് വർത്തിക്കുകയും ചെയ്യുന്നു സൈറ്റോപ്ലാസം. അടുത്തത് എന്താണ് സെൽ ഓർഗനൽസ്? നമ്മൾ ആ പടത്തിൽ ഓരോന്നും എന്തുവാന്ന് പഠിച്ചതാണ്. സെൽ ഓർഗനൽസ് എന്ന് വെച്ചാൽ കോശാംഗങ്ങൾ എന്നാണ്. സെൽ ഓർഗനൽസ് ആർ ദ പാർട്ട് ദാറ്റ് പെർഫോം ദ ഫങ്ഷൻസ് നെസസറി ഫോർ ദ സർവൈവൽ ആൻഡ് ഫങ്ഷനിങ് ഓഫ് ദ സെല്ല്. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. കേട്ടോ, ഞാനിത് സ്പീഡിൽ പറയുന്നെങ്കിലും നിങ്ങൾ ഇത് സമാധാനത്തെ എഴുതിയെടുത്ത് പഠിച്ചോണേ കേട്ടോ. അടുത്ത എന്താണ് ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മം? കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിൻ ജാലിക. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്രോമാറ്റിൻ ജാലിക നെറ്റ്വർക്ക്. കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ടങ്ങ് മാറും. മർമ്മത്തിനുള്ളിൽ മർമ്മകം എന്ന ഒരു ഭാഗം കൂടി ഉണ്ട്. ന്യൂക്ലിയസിനെ കുറിച്ച് ആ പടം നോക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. പ്ലാന്റ് സെല്ലിൻ്റെ പടം നോക്കണേ. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലകണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രോമാറ്റിൻ ജാലിക. പിന്നെ ക്രോമാറ്റിൻ ജാലിക കോശവിഭജന സമയത്ത് ഇവ ക്രോമസോമുകൾ ആയിട്ടങ്ങ് മാറുന്നു. മർമ്മത്തിനുള്ളിൽ എന്താ ഈ സാധനത്തിനെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ് കണ്ടോ. ഓരോന്നിനെക്കുറിച്ചും അടയാളപ്പെടുത്തിയൊക്കെ പറഞ്ഞതാണ്. അപ്പം ന്യൂക്ലിയസ് ഈസ് ദ സെൻറ്റർ that control the cell. Chromatin network is the structure that appears like a network of a thread within the nucleoplasm. During cell divisions, this chromatin network condenses into chromosomes. There is also a part called nucleolus within the nucleus. കേട്ടോ, ഓക്കെ ആണോ? അടുത്ത ഗോൾഗി അപ്പാരറ്റസ്, ഗോൾഗി വസ്തുക്കൾ. Golgi apparatus, these are the cell organelles that appear as stacked membrane layers. These organelles transport proteins and lipids to various parts of the cell and outside the cell wrapped in membranes sac. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്ഥലപാളികൾ പോലെ കാണപ്പെടുന്ന കോശ അംഗങ്ങളാണ് ഇവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും, ഇതൊക്കെ ആ വൺ വേർഡിനകത്ത് ലാസ്റ്റ് നമ്മുടെ ഒരു വൺ വേർഡ് കണ്ടുകൊണ്ട് പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്ഥലസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിൻ്റെ പുറത്തേക്കും അയക്കുന്നത് ഈ കോശ അംഗങ്ങളാണ്. ലാസ്റ്റിൽ ഞാനിപ്പോൾ ഒരു ലാസ്റ്റിലത്തെ ഉണ്ടല്ലോ ലെറ്റസസ് ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ വിലയിരുത്താം, അതിനകത്തിലെ ഒരു ചോദ്യം അത് കേട്ടോ. അന്തർദ്രവ്യജാലിക എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം എന്നാൽ എന്താണ്? കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായിട്ട് കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണ് ഇവ. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. Endoplasmic reticulum. These organelles appear as a network of tubules within the cell, serve the pathway for conducting materials. It helps in the synthesis and removal of materials requiring by the cell. കേട്ടോ, എഴുതിയെടുക്കണേ. മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാക്കി തന്നെ പഠിക്കണം കേട്ടോ. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന എന്താണ് ഈ മൈറ്റോകോൺട്രിയ? ഇതെല്ലാം നമ്മൾ ആ പടത്തിൽ ഓരോന്നും തൊട്ട് കാണിച്ചതാണ്. അല്ല ചെരുപ്പിൻ്റെ കൂട്ടിരിക്കുന്നതല്ലേ ഞങ്ങൾ മൈറ്റോകോൺട്രിയ. ഓക്കെ, എനർജി പ്രൊഡക്ഷൻസ് സെൻറ്റർ ഓഫ് ദ സെൽസ്. ഇറ്റ് സ്റ്റോർസ് ദ എനർജി ഒബ്റ്റൈൻഡ് ഫ്രം ദ ഓക്സിഡേഷൻസ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് ഇറ്റ് അസ് ആൻഡ് വെൻ റിക്വയർഡ്. കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രമാണ്. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായിട്ട് ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. മൈറ്റോകോൺട്രിയയുടെ ജോലി എന്താണ്? ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ അത് സംഭരിച്ചു വെക്കും. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് ബാക്കി എന്ത് ചെയ്യും? വിതരണം ചെയ്യുകയും ചെയ്യുന്നു മൈറ്റോകോൺട്രിയ. എന്താ ഈ വാക്യൂൾ അല്ലെങ്കിൽ ഫേനം എന്നാൽ എന്താണ്? സ്റ്റോർ വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് വേസ്റ്റ് യൂഷ്വലി ലാർജ് വാക്യൂൾസ് ആർ സീൻ ഇൻ പ്ലാന്റ്സ് സെല്ല്. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ കാണപ്പെടുന്നു.
ഇനി റൈബോസോം എന്ന് വെച്ചാൽ എന്താണെന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം കുഞ്ഞുങ്ങളെ. ദേ ആർ ഫൗണ്ട് ഇൻ ദ സൈറ്റോപ്ലാസം either ഫ്രീലി ഓർ അറ്റാച്ച്ഡ് ടു ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദേ ഫങ്ഷൻസ് as സെന്റർ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നതോ കാണപ്പെടുന്നു. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നിർമ്മാണ കേന്ദ്രമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 11. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇനി അടുത്ത സസ്യകലകൾ, പ്ലാന്റ് ടിഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഇനിയും പഠിക്കുന്നത്. പ്ലാന്റ് ടിഷ്യൂവിൻ്റെ പടം ഉൾപ്പെടെ ഒന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അതെ, ഇതൊക്കെ ഏതാണ്ട് ഇതിൻ്റെ പടം ഒന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഏതാണ്ട് ഇതിൻ്റെ പടം ചെയ്യും. ഇത് ഓരോന്നും നോക്കണേ. ഏതാണ്ട് ഇത് പാരൻ കൈമ, ഏതാണ്ട് ഈ വെളുത്തത് കോളൻ കൈമ, പിന്നെ ഈ ചുമന്ന നിറത്തിൽ കിടന്നത് സ്ക്ലേറൻ കൈമ. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലേറൻ കൈമ. ആ പേരൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് അരിഞ്ഞ് കേൾക്കുന്നത് കേട്ടോ. പാര വെക്കാനാണെങ്കിൽ അറിയാം ഇല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പാര വെക്കാറുണ്ട്. പാരൻ കൈമ, കോളൻ, നമ്മുടെ കോളറില്ലേ കോളൻ കൈമ, സ്ക്ലീ ആണ് സ്ക്ലീറൻ കൈമ കേട്ടോ. കൈമ ചൈമ എന്ന് വായിക്കല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. CHY എന്ന് ചിലപ്പോൾ ചൈമ എന്ന് വായിക്കും, കൈമയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനകത്തില്ലാണ്ട് ടിഷ്യൂസ് അല്ലേ, കലകൾ. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ കറക്റ്റ് ടിഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നു. നിങ്ങൾ വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് എഴുതാം. ടിഷ്യൂസ് എന്നാൽ എന്ത്? സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അല്ലെങ്കിൽ ടിഷ്യൂ എന്ന് പറയുന്നു. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. ഒന്നാമത്തെ വേണേ അത് അങ്ങനെ എഴുതാം കേട്ടോ. ഇപ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടി എളുപ്പം. നമ്മുടെ ഈ സെല്ലുകളെല്ലാം കൂടെ ചേരുന്ന കുഞ്ഞുങ്ങളെ ഈ കോശങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സെല്ലുകൾ എല്ലാം കൂടി ചേരുന്നതാണ് പിന്നെ കോശങ്ങൾ, സെല്ലുകൾ എല്ലാം കൂടെ ചേരുന്നതിനെയാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. ദ ഗ്രൂപ്പ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് സെൽസ് ആർ നോൺ ആസ് ടിഷ്യൂസ്. സമാനമായ കോശങ്ങളുടെ, സെല്ലുകളുടെ ഒരു സമൂഹത്തെയാണ് നമ്മൾ കോശജാലം അല്ലെങ്കിൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് അല്ലേ. അതിനകത്തിൽ നോക്കിയേ, പാരൻ കൈമ മുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയുണ്ട്. 3 എണ്ണത്തിനെ കുറിച്ച് നമ്മൾ ഈ പടത്തിൽ വായിച്ചു അല്ലേ. ഈ പടത്തിനകത്തിൽ പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലേറൻ കൈമ കേട്ടോ. സസ്യകലകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിനകത്തിലെ 3 എണ്ണത്തെ നോക്കിയേ. പാരൻ കൈമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടെയ്ൻ ലിവിങ് സെൽസ് ആണ്. സം പാർട്സ് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ്. ഇതിന് തിൻ സെൽവാളാണ്. ജീവനുള്ള കോശങ്ങൾ ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട്. ചിലതിന് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഇത് കനം കുറഞ്ഞ കോശഭിത്തിയാണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിന്റെ സ്വഭാവം ചോദിച്ചു കഴിഞ്ഞാൽ ഇത് 3 എണ്ണം എഴുതിയാൽ മതി അല്ലെ. സവിശേഷത ചോദിച്ചു കഴിഞ്ഞാൽ ഇനി അതിന്റെ ഫങ്ഷൻസുകൾ എന്തെല്ലാമാ? ധർമ്മം, ഫോട്ടോസിന്തസിസ്, ഫുഡ് സ്റ്റോറേജ് അല്ലെ, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും ഒക്കെ ഇതെന്താ പാരൻ കൈമയാണ് ചെയ്യുന്നത് കേട്ടോ, ഫങ്ഷൻസ്. ഇനി എന്താണ് ഈ കോളൻ കൈമ? അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ സവിശേഷത വെച്ചാൽ ഇത് ലിവിങ് ടിഷ്യൂസ് ആണ്. സെൽവാൾ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ ആണ് കേട്ടോ. പെക്റ്റിൻ, PECTIN. The cell wall is thicker only in some parts. ഇതൊരു ലിവിങ് ടിഷ്യൂസ് എന്ന് വെച്ചാൽ സജീവ കലയാണ്. സെല്ലുലോസ്, പെക്റ്റിൻ എന്നിവ കൊണ്ട് നിർമ്മിതമായ കോശഭിത്തിയാണ്. അവയുടെ ചില ഭാഗങ്ങളിൽ കട്ടി കൂടുതലായിരിക്കും. അതിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാമാണ് കുഞ്ഞുങ്ങളെ? അതിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ ഷേപ്പ് ഓഫ് ദ പ്ലാന്റ് പാർട്ട്. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നു. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ എന്താ നമ്മുടെ കോളൻ കൈമ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഫങ്ഷൻസ് എന്ന് വെച്ചാൽ ധർമ്മങ്ങളാണ്. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ സവിശേഷതകളാണ്. ഓക്കെ, 27. ഇനി അതിൻ്റെ ഒരാളൂടെ ഉണ്ടല്ലോ, ആ സ്ക്ലേറൻ കൈമ അല്ലേ. 3 എണ്ണമായിരുന്നു നമ്മൾ സസ്യത്തിൻ്റെ പഠിച്ചത് അല്ലേ. എന്താണ് ഇത്? നോക്കൂ കുഞ്ഞുങ്ങളെ, ഡെഡ് സെല്ലാണ്. ഇതൊക്കെ നല്ലപോലെ അറിയണേ കേട്ടോ. ഡെഡ് സെല്ലാണ്, ഡെഡ്. പിന്നെ തിക്ക് സെൽവാളാണ് എന്ന് വെച്ചാൽ നിർജീവ കോശങ്ങളാണ്, ജീവനില്ലാത്ത കോശങ്ങളാണ്. കട്ടി കൂടിയ കോശവിദ്യയാണ് ഈ സ്ക്ലേറൻ കൈമയുടെ കേട്ടോ. അതിൻ്റെ ഫംഗ്ഷൻ നോക്കിക്കേ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ പറഞ്ഞ 2 എണ്ണം. അപ്പോൾ ധർമ്മങ്ങളോ? പ്രൊവൈഡിങ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട്. സസ്യഭാഗങ്ങൾക്ക് ദൃഢതയും താങ്ങും നൽകുന്നു. അതാണ് സ്ക്ലേറൻ കൈമയുടെ ധർമ്മം എന്ന് വെച്ചാൽ കേട്ടോ. അത്രയാണ്. ഇനി അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ സൈലത്തിനെ കുറിച്ചും ഫ്ലോയത്തിനെ കുറിച്ചും അല്ലേ. സൈലം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ചാനലാണ് അല്ലേ കുഞ്ഞുങ്ങളെ. നല്ലപോലെ പഠിപ്പിക്കുന്ന ഒരു ചാനലാണ്. ഞാൻ എൻ്റെ മോന് 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഞാൻ
അന്ന് കോവിഡൊക്കെ ആയപ്പം സൈലവും ജുപോർട്ടും അങ്ങനെയൊക്കെയുള്ള ചാനൽ അന്ന് വളരെ ഉപകാരപ്പെട്ട ചാനലുകളാണ് കേട്ടോ. അതൊക്കെ ഒരേ തരത്തിലുള്ള കോശങ്ങൾ നിർമ്മിതമായ കലകളെ നമ്മൾ ഒരേ തരത്തിലുള്ള കോശങ്ങളാട്ടോ, ഒരുപോലെയുള്ള കോശങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ സിമ്പിൾ ടിഷ്യൂ അല്ലെങ്കിൽ ലളിത കലകൾ എന്ന് പറയുന്നു. അതാണ്ട് നിങ്ങളിവിടെ സൈലവും ഫ്ലോയും അല്ലേ, സൈലം എന്ന് നിങ്ങൾ കണ്ടോ, പടം കണ്ടുമ്പോൾ തന്നെ അറിയാം. ഫ്ലോയും കണ്ടോ, എന്തോന്നറിയോ, വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ്. വ്യത്യസ്ത ആകൃതി നോക്കി, ഇതിൻ്റെ കൂട്ടാണോ ഇത് നോക്കി, വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അതിനാൽ ഇവയെ സങ്കീർണ കലകളാണെന്ന് അല്ലെ കോംപ്ലക്സ് ടിഷ്യൂ എന്നാണ് വിളിക്കുന്നത്. ഇലകളിലേക്കുള്ള ജലം, നമ്മുടെ ഒരു തണ്ട്, നമ്മുടെ ഒരു ചെടിയുടെ ഒരു തണ്ടുണ്ടല്ലോ കുഞ്ഞുങ്ങളെ, അത് ഇലകളിലേക്കുള്ള ജലം, ഇലക്കകത്തിൽ വെച്ചല്ലേ ഇവരെല്ലാം ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നത്, ആ ഇലകളിലേക്ക് കൊണ്ടുപോകുന്ന ജലവും ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് നമ്മുടെ ഈ കുഴലുണ്ടല്ലോ, ഈ കുഴലിനകത്തൂടാണ് അല്ലേ, അതിനെ സൈലത്തിലൂടെയാണെന്ന് കേട്ടോ. ഇതിനകത്തൂടെ ഇതിനകത്ത് കണ്ടോ ഗ്യാപ്പ്, ഇതിനകത്തിലൂടെയാണ് പോകുന്നത്. ഇനി ഈ ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ ഇവിടെ വെച്ച് ഇവർ മേളിൽ കൊണ്ടുവന്ന് ഇലക്കകത്ത് കൊണ്ട് കൊടുക്കും. ഈ ഇലക്കകത്ത് വെച്ച് നിർമ്മിക്കുന്ന ആഹാരത്തെ ഇവിടെ എല്ലായിടം കൊണ്ട് കൊടുക്കണ്ടായോ, ഇലക്കകത്തിലെല്ലാം വെച്ച് അവിടെ വെച്ചേക്കുവാന്നോ? ഇലാന്ന് വെച്ചാൽ ഒരു അടുക്കളയല്ലേ കുഞ്ഞുങ്ങൾ, അതിനകത്തിലാണ് എല്ലാവരും എല്ലാം വെച്ച് വെക്കുന്നത്. അതെന്താ, ഒരു അടുക്കളയാണ്, അടുക്കള ഇരുന്നാൽ മതിയോ, അത് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ട് വെക്കണ്ടായോ, എല്ലായിടവും കൊണ്ട് കൊടുക്കണ്ടേ? അപ്പം എന്താ, ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മുടെ ഫ്ലോയമാണ്. ഈ സൈലവും ഫ്ലോയവും ഒന്ന് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലകളിലേക്ക് ജലം, ലവണങ്ങൾ എന്നിവയെ കൊണ്ടുപോകുന്ന അല്ലെ സംവഹനം നടത്തുന്നത് നമ്മുടെ സൈലത്തിലൂടെയാണ്. ഇതിൻ്റെ അകത്ത് ഹോള് കണ്ടോ, ഇതിലൂടെയാണ്. അങ്ങനെ കൊണ്ടുചെന്നിട്ട് എന്താ എന്ന് വെച്ചാൽ ഇതിൻ്റെ മൂട്ടിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം മേളിലോട്ട് വലിച്ചെടുത്ത് ഇലക്കകത്തി കൊണ്ട് കൊടുക്കും. ഈ ഇലക്കകത്തി വെച്ച് ഇവരെന്താ ഓരോ ചോറും കൂട്ടാനും ഒക്കെ വെച്ചതിന് ശേഷം ഇത് ഈ ചെടിക്ക് മൊത്തത്തിനും കൊണ്ട് കൊടുക്കണ്ടായോ, അതാ ഇലക്കകത്ത് മതിയോ, എല്ലായിടം കൊണ്ട് കൊടുക്കണം. അത് ആരാ ചെയ്യുന്നത്, ഫ്ലോയമാണ് എല്ലായിടം കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. അതാണ് ഈ എഴുതിയേക്കുന്നത്. ഇപ്പം ഞാൻ വായിച്ച അതേ കാര്യം തന്നെയാണ് കേട്ടോ. ഇതിനകത്തിൽ സസ്യകലകളും അതിൻ്റെ സവിശേഷതയും അതിൻ്റെ ധർമ്മങ്ങളും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ് അങ്ങ് എഴുതിയാൽ മതി കുഞ്ഞുങ്ങൾ കേട്ടോ. പാരൻകൈമയും സ്ക്ലെറൻകൈമയും ഒക്കെ ഞാൻ എഴുതിയില്ല, അതൊക്കെ എഴുതിയാൽ മതി കേട്ടോ. ഈ ടെസ്റ്റിനകത്തിലെ ഈ ബോക്സിലെ ഞാൻ 3 എണ്ണം തന്നിട്ടുണ്ട് കേട്ടോ. അത് അതായത് ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ ഫങ്ഷനും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു. ഇനി മെരിസ്റ്റമിക് കലകളെക്കുറിച്ചാണ്. മെരിസ്റ്റമിക കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് കുഞ്ഞുങ്ങളെ മെരിസ്റ്റമായി. അവർക്ക് എപ്പോഴും എന്താ, ഇപ്പോൾ ഒരെണ്ണമാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോൾ അതെന്ത് ചെയ്യും, 2 എണ്ണമായി, ഈ 2 എണ്ണം പിന്നെന്താ 4 എണ്ണമായിട്ട് അങ്ങനെ എന്താ വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഈ മെരിസ്റ്റമിക് കലകൾ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം തന്നെ ഈ മെരിസ്റ്റമിക് കോശങ്ങളാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം ആരാ, നമ്മുടെ മെരിസ്റ്റമിക് കോശങ്ങളാണ്. അവിടെ ഒരു പടം കൊടുത്തേക്കുന്ന കണ്ടോ, ഇതിനകത്ത് നിറയെ കോശദ്രവ്യമാണ്. മർമ്മം, എല്ലാത്തിൻ്റെയും മർമ്മം കണ്ടോ, മർമ്മം നേരിയ, ഇതിൻ്റെ ഈ വട്ടം, ഈ എല്ലാത്തിൻ്റെയും ഈ വട്ടം ഇത് കോശഭിത്തിയ അല്ലേ, കോശഭിത്തിയാണ്. അപ്പം നോക്കിക്കേ, വേരിൻ്റെയും കാണ്ടത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടും. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് ഇനി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ദീസ് ടിഷ്യൂസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ കേപ്പബിൾസ് ഓഫ് കണ്ടിന്യൂസ് ഡിവിഷൻ. വിഭജനശേഷിയുള്ള കോശങ്ങൾ, സസ്യങ്ങൾ വളരുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ വിഭജനത്തിലൂടെയാണ്. മെരിസ്റ്റമിക കോശങ്ങളുടെ സവിശേഷതകൾ എന്താണെന്ന് ചോദിക്കും കുഞ്ഞുങ്ങളെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ, നമ്മളിപ്പോൾ മെരിസ്റ്റമിക് ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കുന്നത്, അല്ല സെല്ലിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എന്താ, സെല്ലായതേ ഉള്ളൂ, ടിഷ്യൂ ആയില്ലേ. അബണ്ടൻ്റ് സൈറ്റോപ്ലാസം, നിറയെ കോശദ്രവ്യമുണ്ട്, ഇതിനകത്തിൽ എന്താ, നിറയെ കോശദ്രവ്യങ്ങളുണ്ട്, അതായത് അബണ്ടൻ്റ് സൈറ്റോപ്ലാസം. പിന്നെ ലാർജ് ന്യൂക്ലിയസ് ആണ്, ന്യൂക്ലിയസ് വലിയ മർമ്മമാണ്. വാക്യൂൾസും ആർ ആബ്സെൻ്റ്, ഇവിടെ വാക്യൂൾസ് ഇല്ല, ഫേനം ഇല്ല. തിൻ സെൽ വാളാണ്, നേർത്ത കോശഭിത്തിയാണ്, ഇതിന് നേർത്ത. ഇതാണ് ഇതിൻ്റെ മെരിസ്റ്റമാറ്റിക് കോശങ്ങളുടെ സവിശേഷത. 32 ടിഷ്യൂ, അതിപ്പോൾ ഞാൻ പറയുന്നു. ടിഷ്യൂസ് ദാറ്റ് ആർ കമ്പോസ്ഡ് ഓഫ് സിമിലർ ടൈപ്പ് ഓഫ് നോണസ് സിമ്പിൾ അല്ലെ, ഒരേ തരത്തിലുള്ള കോശങ്ങളാണ് നിർമ്മിതമായതിനെ നമ്മൾ ലളിത കലകളെന്നും. സൈലോം ഫ്ലോയും ആർ കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ഡിഫറെൻറ്റ് ഷേപ്പ് ആൻഡ് സൈസസ്, ഓ ദേ ആർ കാൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ് അല്ലേ. എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, എപ്പിക്കൽ മെരിസ്റ്റം ഈസ് സീൻ അറ്റ് ദ ടിപ്പ് ഓഫ് റൂട്ട് ആൻഡ് സ്റ്റെം. വേരിൻ്റെയും കാണ്ടത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. ഇതാണ്ട
ഇത് നമ്മളൊരു ചെടി നടുമ്പോൾ അതിൻ്റെ വേര് പിഴുതു നോക്കിയാൽ മതി. ഒരു ചെടി മുറ്റത്ത് ഇപ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആട്ടെ കുഞ്ഞുങ്ങളെ, കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ നിൽപ്പില്ലേ, അതൊന്ന് മേപ്പോട്ടൊന്ന് പിഴുതു നോക്കിയേ. അതിൻ്റെ താഴെ എന്തുണ്ട്? ഇതുപോലുള്ള വേരുണ്ട് അല്ലേ. ആ വേരിൻ്റെയും താഴെ നണ്ട് ഇങ്ങനെ ഉണ്ട്. ഇതിൻ്റെ നണ്ട് ഈ ഭാഗത്തിൽ അഗ്രമെരിസ്റ്റം, അതിൻ്റെ തൊട്ടു മുകളിൽ നണ്ട് ഈ മഞ്ഞ അല്ലേ, ഇത് കണ്ടോ മഞ്ഞ കളറ്, മഞ്ഞ എല്ലാത്തിനും അങ്ങനെ ആവണമെന്നില്ല. പാർശ്വമെരിശം കേട്ടോ, അഗ്രമെരിശവും മെരിസ്റ്റം പാർശ്വമെരിസ്റ്റം കേട്ടോ, വേരിൻ്റെ അഗ്രഭാഗത്തിൻ്റെയാണ്. കണ്ടോ, ഈ പടം കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി കാണും. ഈ പടം നോക്കിയാൽ മതി. ഓക്കെ ആണോ? അപ്പം എപ്പിക്കൽ മെരിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം, എപ്പിക്കൽ മെരിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എവിടെ ആയിരിക്കും? മെരിസ്റ്റമാണ് അല്ലേ. വേരിൻ്റെയും കാണ്ഡത്തിൻ്റെയും വശങ്ങളിൽ കാണപ്പെടുന്നവയെ പാർശ്വമെരിസ്റ്റം എന്നും പറയുന്നു. സീൻ അറ്റ് ദ ലാറ്ററൽ സൈഡ് ആർ കാൾഡ് ലാറ്ററൽ മെരിസ്റ്റം. ഇനി ഇന്റർ കാലറി മെരിസ്റ്റം എന്നുണ്ട് കേട്ടോ. പർവാന്തര മെരിസ്റ്റം, ഏകബീജ പത്രസസ്യങ്ങൾ 2 പർവ്വങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് ഏതാ? പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ഇൻ മോണോകോട്ട് പ്ലാന്റ്സ് ദ മെരിസ്റ്റം സീൻ ഇൻ ബിറ്റ്വീൻ 2 നോട്ട്സ് ഈസ് കാൾഡ് ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയും കേട്ടോ. എന്തുവാന്ന് അതാണ്ട് തോന്നിയില്ല. നമ്മൾ മുളയൊക്കെ ഇല്ലേ, മുളയുടെ തണ്ട് ഇങ്ങനെ ഈ വീർത്തിരിക്കുന്നതുണ്ടല്ലോ, അറിയാവോ? പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്ന സ്ഥലമെന്ന് അതിന് പറയുന്നുണ്ട്. മുളയുണ്ടല്ലോ, മുളയുടെ തണ്ട് ഇങ്ങനെ വീർത്ത് ഓരോ, നമ്മൾ ഈ കവിട്ട എന്താ പറയുന്നത്, കവിട്ടയെന്നോ എന്തോ അങ്ങനെ എങ്ങോട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായോ? അവിടെ വരുമ്പോൾ അത് അത്രയും കണ്ടോ, അവിടെ വെച്ചാൽ നമ്മൾ മിക്കവാറും മുറിച്ച് എടുക്കുന്നത് കേട്ടോ. പർവാന്തര മെരിസ്റ്റം കേട്ടോ, ഇന്റർ കാലറി മെരിസ്റ്റം. ഇനി അടുത്തത് രണ്ടാമത്തെയാണ് പെർമനന്റ് ടിഷ്യൂ. 2 എണ്ണമാണ് സസ്യകലകൾ. 1 മെരിസ്റ്റമിക് കലയും 2 സ്ഥിരകലയും. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും പെർമനന്റ് ടിഷ്യൂ ആണ് കുഞ്ഞുങ്ങളെ നമ്മൾ പ്ലാന്റ്സിൻ്റെ സസ്യങ്ങളുടെ അല്ലേ, എന്തുവായിരുന്നു, സസ്യകലകളെക്കുറിച്ചാണ്, ടിഷ്യൂവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അതിനകത്തിൽ ഏതൊക്കെയാ? ഒന്നാമത്തെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവും 2 പെർമനന്റ് ടിഷ്യൂവും. ഇനി നമ്മൾ പെർമനന്റ് ടിഷ്യൂ ആണ്. വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ സ്ഥിരകല എന്നറിയപ്പെടുന്നു. സെൽ ക്ലസ്റ്റേഴ്സ് ഓർ ടിഷ്യൂസ് ദാറ്റ് ഹാവ് ലോസ്റ്റ് ദെയർ എബിലിറ്റി ടു ഡിവൈഡ് ആർ നോൺ ആസ് പെർമനന്റ് ടിഷ്യൂ. എക്സാമ്പിൾ ഏതൊക്കെയാണ്? പാരൻകൈമ, സ്ക്ലെറൻകൈമ, കോളൻകൈമ, സൈലവും ഫ്ലോയും ഒക്കെ അതിന് എക്സാമ്പിളാണ്. അടുത്ത 40ാമത്തെ ആനിമൽ ടിഷ്യൂ കേട്ടോ, ജന്തുകലകൾ. എപ്പിത്തീലിയ, അതിനകത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആവും നിങ്ങളെ എപ്പിത്തീലിയൻ ടിഷ്യൂ. പടത്തിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിക്കോണേ. ഏതാണ്ട് ഈ പടം തന്നിട്ടുണ്ട്, ജന്തുകോശത്തിൻ്റെ പടം. നമ്മൾ സസ്യകോശത്തിൻ്റെ പടം വരച്ച ഭാഗങ്ങൾ അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇത് ജന്തുകോശമാണ്. പ്ലാസ്മാ സ്തരം, പ്ലാസ്മാ മെംബ്രെയിൻ, ഫസ്റ്റ് കണ്ട് ഇത് കേട്ടോ. ഇനി ഇതിവിടെ എന്ന് വെച്ചാൽ കോശദ്രവ്യം, സൈറ്റോപ്ലാസം. എല്ലാത്തിൻ്റെയും ഈ സാധനത്തിൻ്റെ മർമ്മം, ന്യൂക്ലിയസ്. അടുത്തത് ഈ എന്താ ചുരുണ്ടിരിക്കുന്നത് എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, അന്തർദ്രവ്യജാലിക. സെൻട്രിയോള്, അത് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെ തീപ്പെട്ടിക്കുള്ളി വാരിയിട്ട പോലെ കിടക്കുന്നില്ലേ, സെൻട്രിയോള്. അതെന്ന് വെച്ചാൽ കോശ വിഭജനത്തിന് സഹായിക്കുന്നതാണ് ഈ സെൻട്രിയോള് കേട്ടോ. ഗോൾജി അപ്പാരറ്റസ്, മറ്റേതിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചതല്ലേ, ഗോൾജി വസ്തുക്കൾ. മൈറ്റോകോൺട്രിയ നമ്മൾ പഠിച്ചതാ, ചെരുപ്പിൻ്റെ കൂട്ടിരിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞ മൈറ്റോകോൺട്രിയ അല്ലേ. ലൈസോസോം, അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു, വേറെ ഒന്നിനെ അകത്തോട്ട് കയറ്റി വിടാത്ത ആളാണ് ലൈസോസോം കേട്ടോ. ആ പടം വരച്ചിട്ട് ഭാഗം അടയാളപ്പെടുത്താൻ ചോദിച്ചിട്ടുണ്ടേ എഴുതിയെടുക്കണം. അപ്പം അതിനകത്തിൽ ഇപ്പുറത്തൊരു ബോക്സ് കൊണ്ടു നിങ്ങളെ. കോശഭിത്തി, സസ്യകോശത്തിന് കോശഭിത്തി കാണപ്പെടുന്നു, ജന്തുകോശത്തിന് നോ, കാണപ്പെടുന്നില്ല. ധർമ്മം എന്ന് വെച്ചാൽ കോശത്തിന് ആകൃതിയും സംരക്ഷണവും നൽകുന്നു കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? ഇവിടെ സെൽവാള് പ്രസൻ്റ് ആണ്, കാണപ്പെടുന്നു, നോട്ട് പ്രസൻറ്റ്. ഇവിടെ എങ്ങനെ എഴുതും? പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെൽ എന്ന് എഴുതിക്കുക കേട്ടോ. പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് ടു ദ സെല്ല് കേട്ടോ. പിന്നെ സെൻട്രിയോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോട്ട് പ്രസൻറ്റ്, ഇവിടെ പ്രസൻ്റ് ആണ്. ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ, കോശവിഭജനം, ഹെൽപ്പ് ഇൻ സെൽ ഡിവിഷൻ. അടുത്ത പ്ലാസ്റ്റിഡ്സോ, ജൈവകണങ്ങൾ എന്താ സസ്യകോശത്തിൽ ഉണ്ട്, പ്രസൻ്റ് ആണ്. ജന്തുകോശത്തിൽ നോട്ട് പ്രസൻ്റ് ഇല്ല. പിന്നെ നമ്മൾ ഈ പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ഓഫ് ഫുഡ്, അട്രാക്റ്റ് ദ ആനിമൽസ് ഫോർ പൊളിനേഷൻസ് ആൻഡ് സീഡ് ഡിസ്പേഴ്സലൊക്കെ എന്താ പ്ലാസ്റ്റിഡ്സ് അല്ലെ ജൈവകണങ്ങളിൽ വരുന്നതാണ്. ഫോട്ടോസിന്തസിസ്, സ്റ്റോറേജ് ഓഫ് ഫുഡ്, അട്രാക്റ്റ് ദ ആനിമൽസ് ഫോർ പൊളിനേഷൻസ് ആൻഡ് സീഡ് ഡിസ്പേഴ്സൽ കേട്ടോ. ഏതാ പ്രകാശ സംശ്ലേഷണം എന്ന് മലയാളം മീഡിയക്കാർക്ക് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ലൈസോസോം എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? അത് പ്ലാന്റ് സെല്ലിൽ എന്താ ഇല്ല, നോട്ട് പ്രസൻ്റ് ആണ്. ആനിമൽ സെല്ലിൽ അത് ഉണ്ട്, പ്രസൻ്റ് ആണ്. ഈ അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ആരാ? ലൈസോസോം ആണ് കേട്ടോ. അത് എന്താ
ഡിസ്ട്രോയ്സ് നശിപ്പിക്കുക, ഫോറിൻ ബോഡീസ് FOREIGN ഫോറിൻ ബോഡീസിന് ഡിസ്ട്രോയ്സ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അതുകൂടെ എഴുതിക്കോണേ. ഇനി അടുത്ത നമ്മൾ ജന്തുകലകളാണ്. ജന്തുകല എന്ന് വെച്ചാൽ എപ്പിത്തീലിയൻ ടിഷ്യൂ ഒന്നാമത്തത്. എന്താ വെച്ചാൽ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദ സർഫേസ് ഓഫ് ദ ബോഡി ആൻഡ് ഇന്റേണൽ ഓർഗൻസ് ശരീരത്തിൻ്റെ പ്രതലങ്ങളെയും ആന്തര അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. ഹെൽപ്പ് ഇൻ ദ അബ്സോർബേഷൻ ഓഫ് വേരിയസ് സബ്സ്റ്റൻസ് വിവിധ പദാർത്ഥങ്ങളുടെ ആഗീരണത്തെ സഹായിക്കുന്നു. ഇറ്റ് പ്രൊഡ്യൂസ് സെക്രീഷൻസ് ലൈക്ക് മ്യൂക്കസ് ശ്ലേഷ്മം, നമ്മൾ ഈ മൂക്കിനകത്ത് നിന്ന് വരുന്ന വെള്ളം പോലെ ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എപ്പിത്തീലിയൻ ടിഷ്യൂ ആവരണകല. അടുത്ത കണക്റ്റീവ് ടിഷ്യൂ സംയോജക കല എന്താണ്? പ്രൊവൈഡ്സ് സപ്പോർട്ട് ടു വേരിയസ് പാർട്ട് ഓഫ് ദ ബോഡി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് താങ്ങല്ല ഈ താങ്ങ് കേട്ടോ. ചിലപ്പോൾ പറയത്തില്ല എൻ്റെ പുറത്തൊരു താങ്ങ് താങ്ങുന്നു, ആ താങ്ങല്ല കേട്ടോ. കണക്ട് വേരിയസ് പാർട്ട് ടുഗദർ വിവിധ ഭാഗങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ. ബോണ്, ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ എക്സെട്ര ആർ കണക്റ്റീവ് ടിഷ്യൂ. അസ്ഥിയും രക്തം, നാരുകല എന്നിവയൊക്കെ സംയോജന കലകളാണ് കേട്ടോ. 2. അടുത്ത 3 മസിൽ ടിഷ്യൂ പേശീകല. ഹെൽപ്പ് ഇൻ ബോഡി മൂവ്മെൻറ്റ് ആൻഡ് ലോക്കോമോഷൻ ശരീരചലനങ്ങളെ സഹായിക്കുന്നു. കമ്പോസർ ഓഫ് സെൽ കേപ്പബിൾ ഓഫ് കോൺട്രാക്ഷൻസ് ആൻഡ് റിലാക്സേഷൻ സങ്കോചിക്കുകയും പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും കഴിവുള്ള കോശങ്ങളാൽ ഇത് നിർമ്മിതമാണ്. ഞാൻ ഇച്ചിരി സ്പീഡ് കൂട്ടുന്നത് നിങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. അടുത്തത് ന്യൂട്രൽ ടിഷ്യൂ ഉണ്ട് നാഡീകല. മേക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻസ് പോസിബിൾ കൺട്രോൾസ് ആൻഡ് കോഓർഡിനേറ്റ് ബോഡിലി ആക്ടിവിറ്റീസ് സന്ദേശവിനിമയം സാധ്യമാക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റിലത്തെ കുഞ്ഞുങ്ങളെ വിത്തുകോശങ്ങൾ. എന്താ വിത്തുകോശങ്ങളുടെ പടം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വിത്തുകോശങ്ങളുടെ കണ്ടോ, ന്യൂറോൺസ്, നമ്മുടെ ബ്ലഡ് സെൽസുകൾ ഇങ്ങനെ ഉണ്ടോ, ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നോക്കി എന്തൊക്കെയാണ്. സ്റ്റെം സെൽസ് ആർ സ്പെഷ്യലൈസ്ഡ് സെൽ ദാറ്റ് ക്യാൻ ഡെവലപ്പ് ഇൻ ടു വേരിയസ് ടൈപ്പ് ഓഫ് സെൽസ് സച്ചസ് മസിൽ സെല്ലുകൾ, നെർവ് സെല്ലുകൾ, ബ്ലഡ് സെല്ലുകൾ എക്സെട്ര. ദേ ആർ കാൾഡ് ദ ബോഡി മാസ്റ്റർ സെൽ ബിക്കോസ് ദേ ഹാവ് ദ എബിലിറ്റി ടു ക്രിയേറ്റ് ന്യൂ ടൈപ്പ് ഓഫ് സെൽസ്. പേശി കോശങ്ങൾ മസിൽ സെല്ല്, നാഡീകോശങ്ങൾ നെർവ് സെല്ല്, രക്തകോശങ്ങൾ ബ്ലഡ് സെല്ല് അല്ലേ എന്നിങ്ങനെ വിവിധതരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളാണ് കുഞ്ഞുങ്ങളെ ഈ വിത്ത് കോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽ എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമെന്നതിനാൽ ഇവയെ മാസ്റ്റർ കോശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് അത്രയും മതി. വാരി വലിച്ച് എന്തിനാ ഇനിയും വാരി പിടിക്കുന്നില്ലേ? ഇപ്പോൾ തന്നെ 41 ക്വസ്റ്റ്യൻസറായി. നിങ്ങളിത് വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. അതിപ്പോൾ എഴുതിയെടുത്താലും ഇല്ലെങ്കിലും കമൻറ്റ് പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കേട്ടോ. എഴുതിയെടുക്കുമ്പോൾ കഴിഞ്ഞ നമ്മുടെ ഓണപ്പരീക്ഷ കുറച്ച് പാടായിരുന്നു. നമ്മളതെന്താ അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് നമുക്കത് മാറ്റി പിടിക്കണം. നിങ്ങൾ വൃത്തിയായിട്ട് ഇത് എഴുതിയെടുക്കണം. എഴുതിയെടുത്തിട്ട് നിങ്ങൾ എന്നോട് കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ. പാഠത്തിൻ്റെ പേരും ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുത്തിട്ട് പറയണം. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. നമ്മൾ ഫിസിക്സിൻ്റെ ഒരുപാടും തീർന്നു, കെമിസ്ട്രി ഒരുപാടും തീർന്നു, ബയോളജി ഒരുപാടും തീർന്നു. ഇനി നമുക്ക് സോഷ്യൽ എടുക്കണം കേട്ടോ. ഇനി അങ്ങോട്ട് ബാക്കി സോഷ്യൽ എടുക്കണം, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ എടുക്കണം കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.